وعنت الوجوه للحي القيوم وقد خاب من حمل ظلما. എന്നെന്നും നിലനിൽക്കുന്നവനും സകലതും നിലനിർത്തുന്നവനുമായ അവന്റെ സമക്ഷത്തിൽ ജനങ്ങളുടെ ശിരസ് കുനിഞ്ഞുപോകുന്നു. അന്ന് അധർമ്മത്തിന്റെ ഭാരം പേറിയവൻ പരാജിതനായതു തന്നെ. ومن يعمل من الصالحات وهو مؤمن فلا يخاف ظلما ولا هضما. എന്നാൽ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ആചരിച്ചവന് അനീതിയെയോ അവകാശ നിഷേധത്തെയോ ഒട്ടും ഭയപ്പെടേണ്ടി വരില്ല. അവിടുത്തെ വിധിതീർപ്പ് ഓരോ മനുഷ്യന്റെയും യോഗ്യതകളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുമെന്നർത്ഥം. കുറ്റവാളിയായി പ്രത്യക്ഷപ്പെടുന്ന വ്യക്തി അയാളുടെ അക്രമം സ്രഷ്ടാവിന്റെ അവകാശത്തോടാവട്ടെ സൃഷ്ടികളുടെ അവകാശത്തോടാവട്ടെ തന്നോട് തന്നെയാവട്ടെ ഏതായിരുന്നാലും അത് അയാളുടെ വിജയത്തിന് വിഘാതമായിത്തീരുന്നു. മറുവശത്ത് സത്യവിശ്വാസത്തിന്റെയും സുഹൃതങ്ങളുടെയും വാഹകനായി പ്രത്യക്ഷപ്പെടുന്നവൻ താൻ ആക്രമിക്കപ്പെടുമെന്ന് ഒട്ടും ഭയപ്പെടേണ്ടതില്ല. അതായത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ആരുടെയും കുറ്റങ്ങൾ തേച്ചുമാച്ചു കളയുകയും അവർ അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക എന്നതുണ്ടാവില്ലെന്ന കാര്യം നിസ്സംശയമാണ്. وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا. പ്രവാചകരെ, ഇவ்விധം നാം ഈ സന്ദേശം അറബി ഭാഷയിലുള്ള ഖുർആനായി അവതരിപ്പിച്ചു. അതിൽ പലവിധ താക്കീതുകളും നൽകിയിരിക്കുന്നു. ഈ ജനം ദുർമാർഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ഇവർക്ക് ബോധോദയമുണ്ടാകാൻ. فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما. അതെ, അല്ലാഹു അത്യുന്നതനാകുന്നു, സാക്ഷാൽ സർവാധിപതിയായുള്ളവൻ. നോക്കുക, ഖുർആൻ താങ്കളിലേക്ക് ബോധനം ചെയ്ത് കഴിയും മുമ്പായി ധൃതിപ്പെട്ട് വായിക്കേണ്ടതില്ല. നാഥ, എനിക്ക് ജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഖുർആനിലെ ഇത്തരം വാക്യങ്ങൾ സാധാരണയായി ഒരു പ്രഭാഷണത്തിന്റെ പര്യവസാനത്തെ സൂചിപ്പിക്കുന്നവയാണ്. സംസാരത്തിൽ നിന്ന് വിരമിക്കുന്നത് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടുമായിരിക്കണം എന്നാണ് ഉദ്ദേശ്യം. പ്രതിപാദന രീതിയും സന്ദർഭവും സൂക്ഷ്മമായി വീക്ഷിച്ചാൽ ഇവിടെ ഒരു പ്രഭാഷണം അവസാനിപ്പിക്കുകയാണെന്നും വഖദ് അഹദ്ന ഇലാ ആദമ എന്ന വാക്യം മുതൽ മറ്റൊരു പ്രഭാഷണം ആരംഭിക്കുകയാണെന്നും മനസ്സിലാക്കാം. ഈ രണ്ട് പ്രഭാഷണങ്ങളും മിക്കവാറും വ്യത്യസ്ത അവസരങ്ങളിൽ അവതരിപ്പിച്ചതായിരിക്കാനാണ് സാധ്യത. പിന്നീട് അല്ലാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് നബി തിരുമേനി അവ രണ്ടും ഒരേ സൂറയിൽ ക്രോഡീകരിച്ചതാവാം. രണ്ടും തമ്മിൽ നാം വിവരിക്കാൻ പോകുന്ന പരസ്പര സാദൃശ്യമായിരിക്കണം അവയെ ഒരേ സൂറയിൽ ക്രോഡീകരിച്ചതിന്റെ ഔചിത്യം. ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ് എന്ന വാക്യത്തോടെ പ്രഭാഷണം അവസാനിച്ചു കഴിഞ്ഞു. ദിവ്യസന്ദേശത്തിന്റെ അവതരണഘട്ടത്തിൽ മലക്കിന്റെ ദൃഷ്ടിയിൽപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ വിധിയനുസരിച്ച് നബിയെ പഠിപ്പിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് അത് നിരോധിക്കുന്നത് ഉചിതമല്ലെന്ന് വ്യക്തമാണല്ലോ. അതുകൊണ്ട് സന്ദേശത്തിന്റെ അവതരണം പൂർത്തീകരിക്കപ്പെട്ട ശേഷം അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പദങ്ങളിൽ നിന്നു തന്നെ ഇതൊരു ശ്രദ്ധ ക്ഷണിക്കലാണെന്ന് വ്യക്തമാകുന്നുണ്ട്. വഹിയിന്റെ അവതരണ വേളകളിൽ നബി തിരുമേനി അത് ഹൃദിസ്ഥമാക്കാൻ ബദ്ധപ്പെട്ട് ശ്രമിക്കുകയായിരുന്നു. ഈ ബദ്ധപ്പാട് അവിടുത്തെ ഏകാഗ്രതയ്ക്ക് കോട്ടം വരുത്താനും വഹിയ ഗ്രഹിക്കുന്നതിൽ പിശക് സംഭവിക്കാനും കാരണമാകുമായിരുന്നു. സന്ദേശം ശ്രവിക്കുന്നതിൽ തന്നെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കാൻ കഴിയുമായിരുന്നില്ല. ഈ അവസ്ഥ കണ്ട് വഹി സ്വീകരിക്കാനുള്ള ശരിയായ മാർഗം നബിയെ ഗ്രഹിപ്പിക്കേണ്ടതും അവതരണവേളയിൽ അത് ഹൃദിസ്ഥമാക്കാൻ അവിടുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന ധൃതി തടയേണ്ടതുമാണെന്ന് അല്ലാഹു തീരുമാനിച്ചു. സൂറ ത്വാഹായിലെ ഈ ഭാഗങ്ങൾ ആദ്യകാല വഹിയുകളിൽപ്പെട്ടതാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ആദ്യകാലത്ത് വഹി സ്വീകരിക്കേണ്ട രീതി നബി തിരുമേനി നന്നായി ശീലിച്ചിരുന്നില്ലാത്തതിനാൽ പലപ്പോഴും മേൽപ്പറഞ്ഞ വിധം സംഭവിക്കാറുണ്ടായിരുന്നു. ഓരോ അവസരത്തിലും അല്ലാഹു ഏതെങ്കിലും വാക്യത്തിലൂടെ അതേപ്പറ്റി അവിടുത്തെ ഉണർത്തുകയും ചെയ്തിരുന്നു.
സൂറ അൽ ഖിയാമയുടെ അവതരണ വേളയിൽ വരെ ഇത് സംഭവിച്ചിട്ടുണ്ട്. വിഷയപ്രതിപാദനത്തിനിടയിൽ ആ ശീലത്തെ വിലക്കിക്കൊണ്ട് അള്ളാഹു പറയുന്നു, ഈ ദിവ്യ സന്ദേശം ധൃതിയിൽ ഹൃദിസ്ഥമാക്കുന്നതിനു വേണ്ടി താങ്കൾ നാക്ക് പിടപ്പിക്കേണ്ടതില്ല. അത് ഓർമ്മിച്ചു തരേണ്ടതും വായിപ്പിക്കേണ്ടതും നമ്മുടെ ചുമതലയാകുന്നു. അതിനാൽ വായിച്ചു തരുമ്പോൾ താങ്കൾ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുക. പിന്നെ അതിന്റെ താൽപര്യം പഠിപ്പിച്ചു തരേണ്ടതും നമ്മുടെ ചുമതലയാകുന്നു. സൂറ അൽ അഅ്ല 6-ാം സൂക്തത്തിൽ നബി തിരുമേനിയെ സമാധാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, നാം താങ്കളെ പഠിപ്പിക്കാം, പിന്നെ താങ്കൾ അത് മറക്കുകയില്ല. ദിവ്യബോധനം സ്വീകരിക്കുന്നതിൽ വേണ്ടത്ര നൈപുണ്യം സിദ്ധിച്ച ശേഷം നബി തിരുമേനി ഈ വിധമുള്ള ബദ്ധപ്പാടും ധൃതിയും പ്രകടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പിന്നീട് അവതരിച്ച സൂറകളിൽ ഇപ്രകാരമുള്ള ഉണർത്തലുകൾ കാണപ്പെടാത്തത്. وَلَقَدْ عَهِدْنَا إِلَى آدَمَ مِنْ قَبْلُ فَنَسِيَ وَلَمْ نَجِدْ لَهُ عَزْمًا. നാം ഇതിനു മുമ്പ് ആദമിന് ഒരു ശാസനം നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹം അത് മറന്നുപോയി. നാം അദ്ദേഹത്തിൽ നിശ്ചയദാർഢ്യം കണ്ടില്ല. പ്രകൃത വിഷയം കഴിഞ്ഞ് മറ്റൊരു പ്രഭാഷണം ഇവിടെ ആരംഭിക്കുകയാണ്. മിക്കവാറും മുകളിലത്തെ പ്രഭാഷണത്തിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു അവസരത്തിലാണ് ഇത് അവതരിച്ചിരിക്കാൻ സാധ്യതയുള്ളത്. വിഷയങ്ങൾ തമ്മിലുള്ള യോജിപ്പ് കാരണം അവ അടുത്തടുത്തായി ക്രോഡീകരിക്കപ്പെട്ടതാകാം. വിഷയങ്ങൾ തമ്മിൽ പല സാദൃശ്യങ്ങളുമുണ്ട്. ചില ഉദാഹരണങ്ങൾ ഇനി പറയുന്നു. 1. വിശുദ്ധ ഖുർആൻ ഉദ്ബോധിപ്പിക്കുന്ന ആ വിസ്മരിപ്പിക്കപ്പെട്ട പാഠങ്ങൾ തന്നെയാണ് മനുഷ്യവർഗത്തിന്റെ ആരംഭത്തിലും അവർ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഇടയ്ക്കിടെ അനുസ്മരിപ്പിച്ചുകൊള്ളാമെന്ന് അള്ളാഹു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് പ്രസ്തുത പാഠങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഖുർആന് മുമ്പും നിരവധി ദിക്റുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 2. പിശാചിന്റെ കുതന്ത്രങ്ങൾ കാരണമായി മനുഷ്യൻ ഈ പാഠങ്ങൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു. ഈ ദൗർബല്യം മനുഷ്യസൃഷ്ടിയുടെ പ്രാരംഭത്തിൽ തന്നെ പ്രകടമായിട്ടുണ്ട്. മനുഷ്യന്റെ പ്രഥമ മാതാപിതാക്കളെയാണ് ആദ്യമായി ഈ വിസ്മൃതി ബാധിച്ചത്. അനന്തരം വിസ്മൃതിയുടെ പരമ്പര തുടർന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഈ പാഠങ്ങൾ അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമം തന്നോടൊപ്പം ഉണ്ടായിരിക്കേണ്ടത് മനുഷ്യന് ആവശ്യമാണ്. 3. മനുഷ്യന്റെ വിജയപരാജയങ്ങൾ അള്ളാഹു അവതരിപ്പിക്കുന്ന ഈ സന്ദേശത്തോട് അവൻ കൈക്കൊള്ളുന്ന നിലപാടിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇക്കാര്യം ആദിമ മനുഷ്യരെ തന്നെ സ്പഷ്ടമായി പഠിപ്പിച്ചിട്ടുള്ളതാണ്. മനുഷ്യൻ ദൈവിക സന്ദേശങ്ങളെ പിൻപറ്റുകയാണെങ്കിൽ അന്ധകാരത്തിൽ നിന്നും മാർഗഭ്രംശത്തിൽ നിന്നും സുരക്ഷിതനാകും. അല്ലാത്തപക്ഷം ഇഹത്തിലും പരത്തിലും വിപത്തുകളാൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. ഈ സംഗതി ഒരു പുതിയ വൃത്താന്തമൊന്നുമല്ല. 4. വിസ്മൃതിയും സ്ഥിരചിത്തതയില്ലായ്മയും ഇച്ഛാദൌർബല്യവും കാരണമായാണ് മനുഷ്യൻ തന്റെ ശാശ്വത ശത്രുവായ പിശാചിന്റെ വഞ്ചനയിൽ അകപ്പെടുകയും തെറ്റുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അവന് മാപ്പ് ലഭിക്കും. മനുഷ്യൻ തന്റെ തെറ്റുകളെക്കുറിച്ച് ബോധവാനാവുകയും ചിന്തകളെ സംസ്കരിക്കുകയും ധിക്കാരം വെടിഞ്ഞ് അനുസരണത്തിലേക്ക് വരികയും ചെയ്യണമെന്ന ഉപാധിയോടെ മാത്രം. ഫിർഔനും സാമിരിയും ചെയ്ത പോലെ ചിന്തിച്ച് മനസ്സിലാക്കിയ ശേഷം ധിക്കാരത്തോടും ധാർഷ്ട്യത്തോടും കൂടി അള്ളാഹുവിനെതിരിൽ പിശാചിന്റെ അടിമത്തം സ്വീകരിച്ചവർക്ക് ഒരിക്കലും മാപ്പ് ലഭിക്കാൻ ഇടയില്ലെന്നതാണ് മറ്റൊരു വസ്തുത. ഫിർഔനും സാമിരിയും നേരിട്ട അതേ പര്യവസാനത്തെയാണ് അവർക്കും നേരിടാനുള്ളത്. അതുതന്നെയാണ് അവരെ പിന്തുടർന്ന എല്ലാവരുടെയും പരിണതി. ആദമിന്റെ കഥ സൂറ അൽ ബഖറയിലും അൽ അറാഫിലും സൂറ അൽ ഹിജ്ർ, ബനി ഇസ്രായേൽ, അൽ കഹഫ് എന്നിവയിലും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ 6 സന്ദർഭങ്ങളിൽ ഓരോന്നിലും പ്രഭാഷണ വിഷയവും കഥയും തമ്മിലുള്ള ബന്ധം വ്യത്യസ്തമാണ്. ഓരോ സന്ദർഭത്തിലും പ്രസ്തുത സന്ദർഭവും കഥയുമായുള്ള ബന്ധം വീക്ഷിച്ചുകൊണ്ട് വ്യത്യസ്ത രീതിയിലാണ് കഥയുടെ വിശദാംശങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. കഥയുടെ ഏത് വശമാണോ സന്ദർഭവുമായി ബന്ധം പുലർത്തുന്നത്, ആ വശമാണ് ഓരോ സന്ദർഭത്തിലും വിശദീകരിക്കുന്നത്. ഇതര സന്ദർഭങ്ങളിൽ അത് കാണപ്പെടുകയില്ല. അല്ലെങ്കിൽ വിവരണശൈലിയിൽ വ്യത്യാസമുണ്ടായിരിക്കും. മുഴുവൻ കഥയും അതിന്റെ പൂർണ്ണമായ ആശയവും ഗ്രഹിക്കാൻ മുഴുവൻ സന്ദർഭങ്ങളെയും വീക്ഷിക്കേണ്ടതുണ്ട്. ആദം നബി പിൽക്കാലത്ത് ആ വിധിയോട് കൈക്കൊണ്ട നിലപാട് മനഃപൂർവ്വമുള്ള അഹന്തയുടെയോ ധാർഷ്ട്യത്തിന്റെയോ ധിക്കാരത്തിന്റെയോ ഫലമായിരുന്നില്ല. മറിച്ച് അശ്രദ്ധയാലും വിസ്മൃതിയാലും മനോദൌർബല്യങ്ങളാലും പരീക്ഷിക്കപ്പെട്ടതുകൊണ്ടായിരുന്നു. ഈ ശാസനയോട് അദ്ദേഹം എതിര് പ്രവർത്തിച്ചത് ദൈവത്തെ താൻ എന്തിനു ഭയപ്പെടണം,
അവന്റെ വിധി എന്താവട്ടെ, എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും. എന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ ദൈവം ആരാണ് എന്നിങ്ങനെയുള്ള അഹന്ത കൊണ്ടൊന്നുമായിരുന്നില്ല. മറിച്ച് നാം പഠിപ്പിച്ചതെന്തെന്ന് അദ്ദേഹം മറന്നുപോയതുകൊണ്ടായിരുന്നു. നാം അദ്ദേഹത്തിന് മുന്നറിയിപ്പുകളും സതുപദേശങ്ങളും ഉദ്ബോധനങ്ങളും മുൻകൂട്ടി നൽകിയിരുന്നു. എന്നാൽ പിശാച് അദ്ദേഹത്തെ വഞ്ചിക്കാൻ തുനിഞ്ഞപ്പോൾ അവ ഓർത്തുകൊണ്ട് അതിൽ നിന്നുൾക്കൊള്ളുന്ന ബോധത്തിന്റെയും ജാഗ്രതയുടെയും ശക്തിയാൽ പിശാചിനെ നേരിടാനുള്ള നിശ്ചയദാർഢ്യവും സ്ഥൈര്യവും അദ്ദേഹത്തിനുണ്ടായില്ല. അദ്ദേഹത്തിൽ നിശ്ചയദാർഢ്യം കണ്ടില്ല എന്നതിനെ ചിലയാളുകൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൽ അനുസരണക്കേടിനുള്ള നിശ്ചയദാർഢ്യം കണ്ടില്ല എന്നാണ്. അതായത്, എന്തൊന്നു പ്രവർത്തിച്ചുവോ അത് വിസ്മൃതിയാൽ സംഭവിച്ചു പോയതായിരുന്നു. ധിക്കാരം കാണിക്കാനുള്ള വാശി കൊണ്ട് ചെയ്തതായിരുന്നില്ല. പക്ഷേ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു വ്യാഖ്യാനമാണിത്. നിശ്ചയദാർഢ്യത്തിന്റെ അഭാവം കൊണ്ട് വിവക്ഷിക്കുന്നത് വിധി അനുസരിക്കാനുള്ള ദൃഢചിത്തതയുടെ അഭാവമാണെന്നും സൂക്തത്തിലെ പദങ്ങൾ സ്പഷ്ടമായി വിളിച്ചോതുന്നുണ്ട്. കൂടാതെ സ്ഥലവും സന്ദർഭവും ആഖ്യാന ശൈലിയും കൂടി വീക്ഷിക്കുകയാണെങ്കിൽ ആദമിന്റെ നിലപാടിനെ വിശുദ്ധമാക്കി കാണിക്കാനല്ല അല്ലാഹു ഈ കഥ ഇവിടെ വിവരിക്കുന്നതെന്ന് ആർക്കും നന്നായി ബോധ്യപ്പെടും. മനുഷ്യനിൽ ജന്മനാ കുടികൊള്ളുന്ന മാനുഷിക ദൗർബല്യമായിരുന്നു അതെന്നും ഈ ദൗർബല്യം ആദമിന് മാത്രമുള്ളതല്ലെന്നും അദ്ദേഹത്തിന്റെ സന്തതികളായ മനുഷ്യവർഗത്തിനൊട്ടാകെയുള്ളതാണെന്നും മനസ്സിലാക്കാം. അല്ലാഹുവിന്റെ മുൻകൂട്ടിയുള്ള താക്കീതുകൾ ഉണ്ടായിരുന്നിട്ടും അവർ തങ്ങളുടെ ബദ്ധശത്രുവായ പിശാചിന്റെ വലയിൽ ചെന്ന് ചാടിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണമിതാണ്. ഒഴിഞ്ഞ മനസ്സുമായി ഈ സൂക്തം വായിക്കുന്നവരുടെ ഹൃദയത്തിൽ ആദ്യം പ്രതിഫലിക്കുന്ന ആശയം ഇതായിരിക്കും: അദ്ദേഹത്തിൽ ശാസനകൾ അനുസരിക്കാനുള്ള മനസ്ഥൈര്യമോ നിശ്ചയദാർഢ്യമോ നാം ദർശിച്ചില്ല. ആദമിനെ ഏതെങ്കിലും ഒരു തെറ്റിനോട് ബന്ധപ്പെടുത്തുന്നത് അനുചിതമാണെന്ന് കരുതി സൂക്തത്തിന് മറ്റൊരർത്ഥമന്വേഷിക്കാൻ തുടങ്ങുന്നതുവരെ അയാളുടെ മനസ്സിൽ മറ്റൊരാശയം വരികയില്ല. അല്ലാമ ആലൂസി തന്റെ തഫ്സീറിൽ ഇതേ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, എങ്കിലും ഈ വ്യാഖ്യാനം ഈ സൂക്തം ശ്രവിച്ചാൽ ഉടനെ മനസ്സിൽ തെളിയുന്നതോ സന്ദർഭത്തോട് കൂടുതൽ അനുയോജ്യമായതോ അല്ലെന്ന കാര്യം വിസ്മരിക്കാവതല്ല. റൂഹുൽ മആനി വോളിയം 16 പേജ് 243. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى. നാം മലക്കുകളോട് ആദമിന് പ്രണാമം ചെയ്യുവിൻ എന്നാജ്ഞാപിച്ചത് ഓർക്കുക. അവരൊക്കെയും പ്രണാമം ചെയ്തു, ഇബ്ലീസ് ഒഴിച്ച്. അവൻ വിസമ്മതിച്ചു കളഞ്ഞു. فَقُلْنَا يَا آدَمُ إِنَّ هَذَا عَدُوٌّ لَكَ وَلِزَوْجِكَ فَلَا يُخْرِجَنَّكُمَا مِنَ الْجَنَّةِ فَتَشْقَى. അപ്പോൾ നാം ആദമിനോട് പറഞ്ഞു, ആദമേ, ശ്രദ്ധിച്ചുകൊള്ളുക, നിന്റെയും പത്നിയുടെയും ശത്രുവാണിവൻ. ഇവൻ നിങ്ങളെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കാനും അങ്ങനെ നിങ്ങൾ നിർഭാഗ്യവാന്മാരായിത്തീരാനും ഇടയാകാതിരിക്കട്ടെ. അല്ലാഹു ആദമിന് നൽകിയ ഈ പ്രത്യേക വൃക്ഷത്തിന്റെ ഫലം ഭുജിക്കരുത് എന്ന ശാസന ഇവിടെ പരാമർശിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ മറ്റു സന്ദർഭങ്ങളിൽ അത് വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ മുന്നറിയിപ്പുകളും ഉദ്ബോധനങ്ങളുമെല്ലാം ഉണ്ടായിരുന്നിട്ടും മനുഷ്യൻ എவ்விധം തന്റെ ആജന്മ ശത്രുവിന്റെ ദുഷ്പ്രേരണകൾക്ക് വശംവദനാകുന്നു എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ദൗർബല്യം അവനെ എவ்விധം സ്വന്തം താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിപ്പിക്കുന്നുവെന്നും വിശദീകരിക്കുന്നു. അതിനാൽ അല്ലാഹു മൂലവിധിയെ പരാമർശിക്കുന്നതിന് പകരം പ്രസ്തുത വിധിയോടൊപ്പം ആദമിന് നൽകിയ ഉദ്ബോധനങ്ങളെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ശത്രുത പ്രകടിപ്പിച്ച ആ അവസരം ആദമും ഹവ്വായും നേരിട്ട് കണ്ടിരുന്നു. ഇബ്ലീസ് അദ്ദേഹത്തിന് സാഷ്ടാംഗം ചെയ്യാൻ വിസമ്മതിച്ചുകൊണ്ട് ഇപ്രകാരം വെട്ടിത്തുറന്ന് പ്രഖ്യാപിച്ചു: ഞാൻ അവനേക്കാൾ ശ്രേഷ്ഠനാകുന്നു. നീ എന്നെ സൃഷ്ടിച്ചത് അഗ്നിയിൽ നിന്നാണ്, അവനെ മണ്ണിൽ നിന്നും. അൽ-അറാഫ് 12 സൂക്തം. നീ മണ്ണുകൊണ്ടുണ്ടാക്കിയവനെ ഞാൻ പ്രണമിക്കുകയോ? ബനി ഇസ്രായേൽ 61 സൂക്തം. നീ എന്നേക്കാൾ ശ്രേഷ്ഠനാക്കിയ ഇവൻ അതിനർഹൻ തന്നെയോ? ബനി ഇസ്രായേൽ 62 സൂക്തം. ഇതുകൊണ്ട് നിർത്താതെ മനുഷ്യനോടുള്ള തന്റെ അസൂയയും അവൻ തുറന്നു പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, സ്വന്തം ശ്രേഷ്ഠതയും മനുഷ്യന്റെ അനർഹതയും സ്ഥാപിക്കുന്നതിന് അവസരമുണ്ടാവാൻ തനിക്ക് സമയം അനുവദിക്കണമെന്നും അവൻ അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടു.
ഞാൻ അവനെ വഴിപിഴപ്പിക്കും. എങ്ങനെയാണ് അവൻ നിന്റെ പ്രതിനിധിയാകുന്നതെന്ന് നിനക്ക് കാണാമല്ലോ. അൽ ആറാഫ്, അൽ ഹിജർ, ബനി ഇസ്രായേൽ എന്നീ സൂറകളിൽ ഈ വെല്ലുവിളി ഉദ്ധരിച്ചിട്ടുണ്ട്. സൂറ സ്വാദിലും അത് വരുന്നുണ്ട്. അതിനാൽ ഇവൻ നിന്റെ ശത്രുവാണ് എന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനം ഒരദൃശ്യകാര്യം വെളിപ്പെടുത്തലായിരുന്നില്ല. മറിച്ച് ആദമും തന്റെ പ്രിയതമയും നേരത്തെ തന്നെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുകയും കാതുകൾ കൊണ്ട് കേൾക്കുകയും ചെയ്തിട്ടുള്ള സ്പഷ്ടമായ ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഈ വിധം ഇക്കാര്യവും കൂടി അള്ളാഹു അവരിരുവരെയും ധരിപ്പിച്ചിരുന്നു. അവന്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് എന്റെ ശാസനയ്ക്ക് വിരോധം പ്രവർത്തിച്ചാൽ നിങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. മാത്രമല്ല ഇവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ അനുഗ്രഹങ്ങളും നിഷേധിക്കപ്പെടുകയും ചെയ്യും. ഇന്ന ലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറാ. ഇവിടെ നിനക്ക് വിശപ്പറിയാതെയും നഗ്നനാവാതെയും കഴിഞ്ഞുകൂടാനുള്ള സൗകര്യമുണ്ട്. വഅന്നക ലാ തദ്മഉ ഫീഹാ വലാ തദ്ഹാ. നിന്നെ ദാഹവും താപവും പീഡിപ്പിക്കുകയുമില്ല. സ്ഥാനഭ്രഷ്ടനാകുന്ന മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന വിപത്തുകളുടെ വിവരണമാണിത്. സ്വർഗ്ഗത്തിന്റെ വിശാലവും പരിപൂർണവും അത്യുത്കൃഷ്ടവുമായ അനുഗ്രഹങ്ങൾ വിവരിക്കുന്നതിന് പകരം അടിസ്ഥാനപരമായ 4 അനുഗ്രഹങ്ങളെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. നിങ്ങളുടെ അന്നം, പാനീയം, വസ്ത്രം, പാർപ്പിടം എന്നിവയ്ക്ക് സ്വർഗാധിപതിയായ അള്ളാഹു നേരിട്ട് ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനിക്കാൻ നിങ്ങൾ അധ്വാനിക്കുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്യേണ്ടതില്ല. സാത്താന്റെ വഞ്ചനയിൽ അകപ്പെട്ട് ദൈവവിധിക്ക് വിപരീതം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും മഹത്തായ അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുമെന്നും മൗലികമായ സ്വസ്ഥത പോലും ലഭിക്കുകയില്ലെന്നും ആദമും ഹവ്വായും ഈ ഉദ്ബോധനത്തിൽ നിന്ന് വ്യക്തമായി ഗ്രഹിച്ചിരുന്നു. കേവലം ജീവൻ നിലനിർത്താനും മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യേണ്ടിവരും. ആപാദചൂഢം വിയർപ്പൊഴുക്കാതെ അവന് തന്റെ ഒരു നേരത്തെ അപ്പം പോലും സമ്പാദിക്കാൻ കഴിയില്ല. ഉന്നതമായ ഏതെങ്കിലും ലക്ഷ്യത്തിനു വേണ്ടി പണിയെടുക്കാൻ കഴിവോ സന്ദർഭമോ കണ്ടെത്താൻ കഴിയാത്ത വിധം ജീവസന്ധാരണ ചിന്തയിൽ തന്നെ തന്റെ കഴിവിന്റെയും സമയത്തിന്റെയും സിംഹഭാഗവും വ്യയം ചെയ്യേണ്ടതായും വരും. فوسوس إليه الشيطان قال يا آدم هل أدلك على شجرة الخلد وملك لا يبلى. എന്നാൽ ചെകുത്താൻ ആദമിനെ വ്യാമോഹിപ്പിച്ചു. അവൻ പറഞ്ഞു, ഓ ആദം, താങ്കൾക്ക് നിത്യജീവിതവും ശാശ്വതമായ ആധിപത്യവും നേടിത്തരുന്ന ഒരു വൃക്ഷം കാണിച്ചു തരട്ടെയോ? ചെകുത്താൻ ദുർബോധനത്തിലകപ്പെടുത്തിയ വ്യക്തി ആദം നബിയായിരുന്നു, ഹവ്വയായിരുന്നില്ല എന്ന് ഖുർആൻ ഇവിടെ സ്പഷ്ടമായി പ്രസ്താവിച്ചിരിക്കുകയാണ്. സൂറ അൽ അറാഫിലെ വിവരണമനുസരിച്ച് 2 പേരും അഭിസംബോധിതരായിരുന്നു. 2 പേരും വഞ്ചനയിലകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും പൈശാചിക ദുർബോധനം യഥാർത്ഥത്തിൽ ഉന്നം വച്ചിരുന്നത് ആദമിനെയായിരുന്നു. ഇതിന് വിപരീതമായാണ് ബൈബിളിന്റെ വിവരണം. അതിങ്ങനെ സംഗ്രഹിക്കാം: സർപ്പം ആദ്യം സ്ത്രീയോട് സംസാരിച്ചു, പിന്നീട് സ്ത്രീ തന്റെ ഭർത്താവിനെ വഞ്ചിച്ചു. വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ കനി അദ്ദേഹത്തെ ഭക്ഷിപ്പിച്ചു. ഉൽപ്പത്തി 3-ാം അധ്യായം 1 മുതൽ 17 വരെ വചനങ്ങൾ. സൂറ അൽ ആറാഫ് സൂക്തം 20-ൽ പൈശാചിക ഭാഷണം നമുക്ക് ഇപ്രകാരം കൂടുതൽ വിശദമായി ലഭിച്ചിട്ടുണ്ട്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ റബ്ബ് ഈ വൃക്ഷം നിങ്ങൾക്ക് നിരോധിച്ചിട്ടുള്ളത് നിങ്ങൾ മാലാഖമാരായി തീരുകയോ നിത്യജീവിതം കൈവരിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് മാത്രമാകുന്നു.